ലൈവ് അപ്ഡേറ്റിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിലാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, ഏതായാലും ഈ ഒരു വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്തിലെ ഒരു അവസാനത്തെ ഒരു ട്രേഡിംഗ് ഡേ കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തുടർച്ചയായി 2 ദിവസം നമ്മൾ കണ്ട ഒരു ഇടിവിൽ നിന്നും ഒരു റാലി അല്ലെങ്കിൽ ഒരു റിലീഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട സെക്ടേഴ്സിലൊക്കെ തന്നെ ഇപ്പോൾ എങ്ങനെയാണ്? ഇന്നലത്തെ അത്രയും തന്നെ ഇടിവുണ്ടോ? മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് നെഗറ്റീവായൊരു നിരക്കിൽ തന്നെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. 24,484 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് നടക്കുമ്പോൾ 20 കമ്പനികൾ അഡ്വാൻസായി 30 കമ്പനികൾ നിലവിൽ നിഫ്റ്റി 50യിൽ നിന്ന് ഇടിവും രേഖപ്പെടുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് നടക്കുന്നത്. ഏകദേശം 70 പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 53,897 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്ക് എത്തിയിരിക്കുന്നു. 6 ബാങ്കിങ് ഓഹരികൾ നേട്ടം രേഖപ്പെടുന്നു. 6 ഓഹരികൾ തന്നെ നിലവിലിപ്പോൾ ഒരു ഇടിവും ഉണ്ടാകുന്നു. നിഫ്റ്റി 50യിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നിലവിലിപ്പോൾ ചില ഓഹരികളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ട്രെൻഡിൻ്റെയും മറ്റൊക്കെ ഓഹരികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2.5%-ഓളമുള്ളൊരു നേട്ടം ട്രെൻഡ് രേഖപ്പെടുത്തുമ്പോൾ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഓഹരികൾ 1.5%-ഓളം, ശ്രീറാം ഫിനാൻസ്, ITC ഓഹരികളൊക്കെ തന്നെ 1% മുകളിലും, അൾട്രാടെക് സിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടം ഇപ്പോൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നു. ഇടിവ് നേരിടുന്ന ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 2.5% നഷ്ടമുണ്ടാകും. ഇറ്റേണൽ പരിശോധിക്കുമ്പോൾ 2%-ഓളം, ഇൻഫോസിസിൻ്റെയും മറ്റും ഓഹരികൾ ഏകദേശം 1.25% മുകളിലുമുള്ളൊരു ഇടിവ് രേഖപ്പെടുന്നു. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിനെ സംബന്ധിച്ചിടത്തോളം 1.25% ഒരു ഇടിവും നിലവിലിപ്പോൾ ഓഹരി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ സെക്ടേഴ്സ് നോക്കുകയാണെങ്കിലും മറ്റൊക്കെ ഏറെ കൂടുതൽ ഉള്ള സെക്ടറുകളൊക്കെ തന്നെ ഒരു ഇടിവിൽ തന്നെയാണുള്ളത്. അതിൽ തന്നെ നിഫ്റ്റി FMCG, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് എന്നീ പറയുന്ന സൂചികൾക്കൊക്കെ തന്നെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായൊരു നിരക്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. FMCGയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും മറ്റൊക്കെ ഓപ്പൺ ചെയ്ത ആദ്യ നിമിഷങ്ങളിലും മറ്റൊക്കെ ഒരു മികച്ച ഒരു പെർഫോമൻസ് തന്നെ FMCG സൂചികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പിന്നീടായിരുന്നു ഒരു ഇടിവിലേക്ക്, അതായത് ആ ഒരു നേട്ടത്തിൽ ഒരു കുറവ് വരുന്നു. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും ഇത് തന്നെയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നത്. ഏകദേശം ഒരു 0.5% മുകളിലേക്ക് മറ്റൊക്കെ പോയതിനു ശേഷം ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 0.13% ഒരു നേട്ടം മാത്രമാണ് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് സൂചികയും നിലവിലിപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് നിഫ്റ്റി ബാങ്ക് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 53,881 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ബാങ്കിൽ നിന്നും നിലവിലിപ്പോൾ കോട്ടക് ബാങ്ക്, മഹീന്ദ്ര ബാങ്കിൻ്റെ നേട്ടം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള HDFC ബാങ്ക് മികച്ച ഒരു പിന്തുണ നൽകുന്നു. ഏകദേശം 0.5%-ഓളമുള്ളൊരു നേട്ടത്തിലേക്ക് HDFC ബാങ്കിൻ്റെ ഓഹരിക്ക് എത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. കൂടാതെ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള ICICI ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു മാർജിനലി പോസിറ്റീവായൊരു നിരക്കിൽ എത്തിയിരിക്കുന്നു. ഈ 2 ഓഹരികൾക്കും പ്രധാനമായിട്ടും ഒരു നേട്ടത്തിലെത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നതാണ് നിലവിലിപ്പോൾ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു കരുത്ത് പകരുന്നത്. കൂടാതെ ആക്സിസ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം നിലവിലിപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. എങ്കിലും AU സ്മോൾ ഫിനാൻസ് ബാങ്കും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ തുടക്കം മുതലേ ഉണ്ടായിരുന്ന ആ ഒരു 1.5% ഒരു ഇടിവ് നിലവിലിപ്പോൾ AU സ്മോൾ ഫിനാൻസ് ബാങ്കൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇന്നിപ്പോൾ നിലവിൽ ഒരു മികച്ച ഒരു മൊമെൻറ്റം നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് സൂചികയാണ്. സൂചിക പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 40 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 25,678 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിലിപ്പോൾ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് സൂചികയിലും ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൂചിക പരിശോധിക്കുമ്പോൾ സൂചികയെ സംബന്ധിച്ചിടത്തോളം ചില രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ബ്രോക്കറേജ് റിപ്പോർട്ടുകളും മറ്റൊക്കെ പുറത്തു വന്നിട്ടുമുണ്ടായിരുന്നു. അത് ഒക്കെ തന്നെ സൂചികയ്ക്ക് നിലവിലിപ്പോൾ ഒരു കരുത്ത് പകരുന്ന ഒരു കാര്യം കൂടിയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു റിപ്പോർട്ട് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ UBS ഇപ്പോൾ ഫൈനാൻഷ്യൽ സർവീസസിൽ ഇപ്പോൾ എസ്പെഷ്യലി കോട്ടക് ബാങ്കിനൊക്കെ തന്നെ ഒരു അപ്ഗ്രേഡ് നൽകിക്കൊണ്ട് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു എന്നൊരു വിവരമാണ്. കോട്ടക്കിനെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് ഗ്രോയിങ് സെഗ്മെൻറ്റ്സ് മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു മേഖലകളിലൊക്കെ തന്നെ കോട്ടക്കിന് മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ NBFC അഥവാ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ചോളമണ്ഡലം ഫൈനാൻസിനെയും നിലവിൽ PFC പവർ ഫിനാൻസ് കോർപ്പറേഷനെയും മറ്റൊക്കെ തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പിക്കായിട്ട് അവരിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇൻഷുറൻസ് മേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ SBI ലൈഫിനെയും നിലവിലെ ഒരു ടോപ്പിക്കായിട്ടാണ് നിലവിൽ ഇപ്പോൾ UBS ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ഈ ഒരു ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ ഒരു പ്രോഫിറ്റ് പൂൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു 5 വർഷത്തിനിടയിൽ ഒരു ഇരട്ടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു കാര്യം UBS നിലവിൽ ഇപ്പോൾ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഈ നോൺ ലെൻഡിങ് ബിസിനസ് കമ്പനികൾ, അതായത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ആയാലും വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനീസ് ആയാലും ഇവരെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ നോർമലിയുള്ള ലെൻഡിങ് കമ്പനികളെ അപേക്ഷിച്ചിട്ട് ഏകദേശം ഒരു 1.5 മടങ്ങോളം ഉള്ള ഒരു വേഗത്തിലുള്ള ഒരു വളർച്ച കൂടി
കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നൊരു പോസിറ്റീവ് കാര്യം കൂടി നിലവിൽ ഇപ്പോൾ UBS ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. കൂടാതെ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഹൗസ് ഹോൾഡുകളുടെയും മറ്റുമൊക്കെ സേവിങ്സിൽ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നു. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണും മറ്റുമൊക്കെ മാറുന്നു. ഇപ്പോൾ കൂടുതലായിട്ടും ഫിനാൻഷ്യൽ അസറ്റുകളിലേക്ക് ആളുകൾ കടക്കുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ UBS ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ നിലവിൽ ഇപ്പോൾ പേടിഎമ്മിൻ്റെ ടാർഗറ്റ് പ്രൈസും മറ്റുമൊക്കെ അവർ വർദ്ധിപ്പിച്ചു എന്നൊരു വാർത്ത കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഏകദേശം 1250 രൂപയായിട്ട് നിലവിൽ ഇപ്പോൾ UBS പേടിഎമ്മിൻ്റെ ഒരു പ്രൈസും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഫൈനാൻഷ്യൽ സർവീസസിൽ കമ്പനികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കോട്ടക് മഹീന്ദ്ര ബാങ്ക് 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. കൂടാതെ HDFC ബാങ്ക് 0.5%, ബജാജ് ഫിനാൻസും ICICI ബാങ്കും ഒക്കെ തന്നെ ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോഴും മികച്ച ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് വന്നിട്ടും SBI ലൈഫ് ഇൻഷുറൻസിൻ്റെ ഓഹരികളിലും മറ്റൊക്കെ ഏകദേശം ഒരു 0.25% ഇടിവ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. നിഫ്റ്റി FMCGയിലേക്ക് വരികയാണെങ്കിൽ മുൻ മണിക്കൂറുകൾ മുൻ മിനിറ്റുകളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു നേട്ടം നഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു മാർജിനലായിരിക്കുന്ന ഒരു നേട്ടത്തിലേക്ക് നിഫ്റ്റി FMCG ഇപ്പോൾ എത്തിയിരിക്കുന്നു. 55,652 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന FMCG സൂചികയിൽ നിന്ന് നിലവിൽ ഇപ്പോൾ കോൾഗേറ്റ് പാമുലുവിൻ്റെ ഓഹരികൾക്ക് മികച്ച ഒരു നേട്ടം ഉണ്ടാകുന്നു. ഏകദേശം 2% നേട്ടം കോൾഗേറ്റ് രേഖപ്പെടുത്തുന്നു. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് 1.5%, ITC യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെയും മറ്റൊക്കെ ഓഹരികൾ ഏകദേശം 1%, 0.25% മുകളിലുമുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്നു. വരുൺ ബെവറേജസിൻ്റെ ഓഹരികളൊക്കെ തന്നെ ഏകദേശം ഒരു 2.25% ഇടിവ് വരുൺ ബെവറേജസ് രേഖപ്പെടുത്തുമ്പോൾ ബൽറാംപൂർ ചീനി മിൽസിൻ്റെ ഓഹരിയും 1% മുകളിലേക്കുള്ള ഒരു ഇടിവിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സെക്ടറുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയൊരു സമ്മർദ്ദം നിലവിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റി റിയൽറ്റി സൂചികയിലാണ്. ഏകദേശം ഒരു 1.5% മുകളിലുള്ളൊരു ഇടിവ് ഇന്ന് ഇപ്പോൾ നിഫ്റ്റി റിയൽറ്റി സൂചിക നേരിട്ടുകൊണ്ട് 868 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി റിയൽറ്റിയിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. ഇതിൽ തന്നെ മഹീന്ദ്ര ലൈഫ് സ്പേസിൻ്റെ ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1% ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുമ്പോഴും ഫീനക്സ് മിൽസ് അടക്കമുള്ള ഓഹരികളൊക്കെ തന്നെ ഏകദേശം 2.25% ഇടിവ് രേഖപ്പെടുന്നു. ലോധ ഡെവലപ്പേഴ്സിൽ വരികയാണെങ്കിൽ ഏകദേശം 2% മുകളിലുള്ള ഇടിവ് ലോധ ഡെവലപ്പേഴ്സും 2% തന്നെ പ്രസ്റ്റീജ് എസ്റ്റേറ്റും നിലവിലിപ്പോൾ ഇടിവിൽ രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണുള്ളത്. വിപണിയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ആയ ഒരു നിരക്കിൽ 24,475 എന്ന് പറയുന്ന ഒരു നിരക്കിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഫ്ലാറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നിരക്കിൽ നിഫ്റ്റി ബാങ്കും നിലനിൽക്കുന്നു. ഇവയൊക്കെയാണ് ജാസ്മിൻ ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകൾ.